ായ 5 പേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിലൊരാളുടെ സാന്നിധ്യത്തിലാണ്, ജിനുവിൻ്റെ സാന്നിധ്യത്തിലാണ് സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയത്. സെപ്റ്റി ടാങ്കിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന മുടിയും മറ്റവശിഷ്ടങ്ങളും കലയുടേത് തന്നെയാണോ എന്നത് ഇനി പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ വെച്ച് കലയുടേതാണ്, 15 വർഷം മുമ്പ് കുഴിച്ചിട്ട മൃതദേഹം കലയുടേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്നതാണ് അറിയേണ്ടത്. പോലീസ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡിബേറ്റിലേക്ക്. ഇന്നലെ രാഹുൽ തീർത്ത ശരശയ്യയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പ്രധാനമന്ത്രിയുടെ പ്രത്യാക്രമണത്തിനാണ് ലോക്സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും വികസന ഭാരത സ്വപ്നം നിരത്തിയും പതിയെ തുടങ്ങി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു മോദി. പ്രതിപക്ഷ നേതാവിന് ബാലബുദ്ധിയെന്നും കോൺഗ്രസ് പരാന്നഭോജിയെന്നും പരിഹസിച്ച് കത്തിക്കേറിയ പ്രസംഗത്തിൽ അഗ്നിവീറും നീറ്റും ഹിന്ദു മതാധിക്ഷേപവും എല്ലാം നിറഞ്ഞു. മണിപ്പൂരിന് നീതി എന്ന് ഇടവേളയില്ലാതെ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന് മുന്നിൽ ഇടയ്ക്ക് നിർത്തിയും തുടർന്നും മോദി പഴയ ഫോമിലേക്കെത്തി. നുണ ഫാക്ടറിയാണ് കോൺഗ്രസ് എന്നും പ്രീണന രാഷ്ട്രീയം മതേതരത്വത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞുവെന്നും മോദി പറഞ്ഞതും കൗതുകമായി. ചോദ്യമിതാണ്, പ്രതിരോധം ദുർബലമോ? നമുക്കിപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്നും ശ്രീ രാജു പി നായർ, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യിൽ നിന്നും ശ്രീ ശങ്കുട്ടി ദാസ് എന്നിവർ. ആദ്യം ഞാൻ രാജു പി നായരിലേക്ക്. രാജു പി നായർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയാണെന്നും കോൺഗ്രസ് ഒരു നുണ ഫാക്ടറിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി തിരിച്ചടിച്ചത്. തിരിച്ചടിയിൽ നൊന്തോ? ഞങ്ങൾക്ക് ചിരിയാണ് തോന്നിയത്. കാരണം അരുൺകുമാർ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ ഇതിനപ്പുറം എന്താണ് അനിൽകുമാർ കേട്ടിട്ടുള്ളത് മോദിയിൽ നിന്ന്? ഞാൻ കുറെ അത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം വരെ ഞാൻ ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ വെച്ചു, ഇപ്രാവശ്യം നെഹ്റു രക്ഷപ്പെട്ടല്ലോ എന്നാ ഞാൻ വെച്ചു. നെഹ്റു എങ്കിലും രക്ഷപ്പെട്ടല്ലോ ഈ പ്രസംഗത്തിൽ എന്ന് വെച്ചു. പക്ഷെ അപ്പോൾ അവസാനത്തെ 15 മിനിറ്റ് മുമ്പായപ്പോഴത്തേക്ക് ആ നെഹ്റുവിനെ കൂടി കൊണ്ടുവന്നു. ഇതിനപ്പുറം തൻ്റെ രാഷ്ട്രീയം പറയാൻ, BJP-യുടെ രാഷ്ട്രീയം പറയാൻ എന്തെങ്കിലും ഇന്നത്തെ പ്രസംഗത്തിലുണ്ടായിരുന്നോ? വക്രീകരിച്ചതും കള്ളപ്രചരണവും കുത്തിത്തിരിപ്പും അല്ലാതെ ഇന്ത്യയുടെ പ്രധാന കുത്തിത്തിരിപ്പുകാരനായ നരേന്ദ്രമോദിക്ക് മറ്റൊരു ആയുധവും ഇല്ല എന്ന് വളരെ വ്യക്തമായി. ഇന്നലെ രാഹുൽ ഗാന്ധി ആ പാർലമെന്റിൽ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, ഭാരത് ജോഡോ യാത്രയും ന്യായ യാത്രയിൽ നിന്ന് ഉൾക്കൊണ്ട സന്ദേശങ്ങളായിരുന്നു. എന്താ? ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കരുത്. ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്തുള്ള മുഴുവൻ സംസ്കാരവും മതങ്ങളും ഒരുമയുടെ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത്, ഒരുമയുടെ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒരുമിച്ച് നിൽക്കുക, അവിടെ ആക്രമണം ഉണ്ടാവരുത്, സമഭാവനയാണ് എന്ന് അദ്ദേഹം ചില ചിത്രങ്ങൾ വരെ ഉയർത്തി അദ്ദേഹം സ്ഥാപിച്ചു. അവിടെ നിന്ന് അതിനെതിരെ ഒപ്പോസിഷൻ വന്നപ്പോഴത്തേക്ക് അത് നിങ്ങൾ BJP-ക്കാരായ നിങ്ങൾ ഹിന്ദുക്കളല്ല, അത് സത്യമല്ലേ? BJP ഹിന്ദു അല്ല, BJP ഹിന്ദുത്വമാണ്. ഹിന്ദുത്വം എന്നുള്ള ഒരു മതാന്തത ബാധിച്ച രീതിയിലുള്ള ഒരു കൾട്ടാക്കി നരേന്ദ്രമോദി ഈ BJP-യെ മാറ്റുകയും രാഹുൽ കോൺഗ്രസും എന്നാണ്. മലേറിയ, ഡെങ്കി ഇതൊക്കെ പടർത്തുന്നത് ഹിന്ദുത്വം ഇങ്ങനെ പടർത്തുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ സഖ്യകക്ഷിയിൽപ്പെട്ട നേതാവാണ് ഉദയനിധി സ്റ്റാലിൻ. അല്ല, അതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അതിലേക്കല്ലല്ലോ പോയത്. ഞാൻ പോയത് ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ആദ്യത്തെ സമയം മുഴുവൻ ഇന്ത്യ എങ്ങനെയാണ് മതസൗഹാർദ്ദത്തിന്റെയും എല്ലാ മതങ്ങളും ഈ രാജ്യത്ത് സമത്വത്തിന്റെയും സമഭാവനയുടെയും എന്താ പറയുക സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എങ്ങനെ നൽകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശിവനിൽ നിന്നാണ് ഊർജം കിട്ടുന്നത്. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല, കാരണം അത് ഒരു വിശദീകരിക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാന കുത്തിത്തിരിപ്പുകാരൻ ഇന്നത് ഉപയോഗിച്ചതെന്താ? അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് ഉപയോഗിച്ചു. എന്നു മുതലാണ് നരേന്ദ്രമോദിയും BJP-യും ഹിന്ദുക്കളുടെ അപ്പത്തിപ്പേർ അവകാശം കൊടുത്തത്? അവർക്ക് എന്ത് അവകാശം? ഈ രാജ്യത്തെ 85% വരുന്ന ഹിന്ദുക്കളിൽ ഭൂരിഭാഗം പേരും നരേന്ദ്രമോദിയെ എതിർക്കുന്നവരാണ്. ഭൂരിഭാഗം പേര് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ പോലും ഇന്നലെ തന്നെ ഇന്നിപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് ഹിന്ദുക്കളെ അപമാനിച്ചു കോൺഗ്രസ് എന്ന് പറയുന്ന BJP ഉയർത്തിവിട്ടിരിക്കുന്ന ഒരു ആഖ്യാനത്തിനാണ്. രാജ്യം ചർച്ച ചെയ്യുന്നില്ല. അരുൺകുമാർ തെറ്റിദ്ധരിക്കരുത്, രാജ്യം ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ 10 വർഷം രാജ്യം ഇത്തരത്തിലുള്ള കുറേയധികം വർഗീയമായിട്ടുള്ള വിദ്വേഷങ്ങൾ ചർച്ച ചെയ്യുന്നു നമ്മൾ ധരിച്ചു. അതിനുള്ള മറുപടിയാണ് അയോധ്യയിൽ ഉണ്ടായിരുന്നത്.
അയോധ്യയിൽ ഈ നിന്ന് ലഭിച്ച സന്ദേശം നരേന്ദ്രമോദി ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? രണ്ട് രാമന്മാരുണ്ടായിരുന്നു. എന്താ രാഹുൽ ഗാന്ധിക്ക് ഒത്ത മറുപടിയാണോ പ്രധാനമന്ത്രി നൽകിയത്? ഒരിക്കലുമല്ല. ഞാൻ പറയുന്ന ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം. ഞാൻ പറയാം, അയോധ്യ നൽകിയ മെസ്സേജ് എന്താ? അയോധ്യ നൽകിയ മെസ്സേജ് ഈ രാജ്യത്ത് ഈ ഗാന്ധിജി മുന്നോട്ട് വെച്ച രാമരാജ്യ സങ്കല്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു വില്ലു കുലച്ച രാമന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ, വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അയോധ്യയിൽ സത്യം പറഞ്ഞാൽ ഏറ്റുമുട്ടിയത് ഈ രണ്ട് രാമസങ്കല്പങ്ങളാണ്. ആ രണ്ട് രാമസങ്കല്പങ്ങൾ നോക്കിയപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ വിഭജനം ഉണ്ടാക്കാൻ നോക്കിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാമസങ്കല്പത്തെ ജനങ്ങളുടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ്, സാധാരണ മനുഷ്യന് നീതി ലഭിക്കുന്ന ഒരു സങ്കല്പമാണ് രാമരാജ്യ സങ്കല്പം എന്നുള്ള ഗാന്ധിജിയുടെ. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹത്തോട് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ പരിഗണന എന്താണെന്ന് ഗാന്ധിജിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നതല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ കണ്ണീരൊപ്പുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്നാ പറഞ്ഞത്. ആ രാമരാജ്യ സങ്കല്പമാണ് അയോധ്യയിൽ ഈ സർക്കാരാണ്. കോൺഗ്രസ് ചെയ്തത് അഴിമതിയുടെ ഭരണമായിരുന്നില്ലേ, ഭായി ഭാട്ടിജ ബന്ധമായിരുന്നു എന്നാണ് ഇന്ന് പരിഹസിച്ചത്. UPA സർക്കാർ 2014 മുമ്പ് ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ചും ഇന്ന് പറഞ്ഞു. അരുൺ, ഇന്ത്യയിൽ ഇന്ന് നരേന്ദ്രമോദി ഇത്രമാത്രം വലിയ ഇരട്ടത്താപ്പിന്റെ മുഖമായിട്ട് നിൽക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, 2014 മുമ്പ് അഴിമതിയുടെ രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് 2014 മുതൽ 2024 വരെയുള്ള സമയത്ത് ഒരൊറ്റ FIR രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചോ? വളരെ പ്രധാനപ്പെട്ട വളരെ ചുരുക്കി ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള CBI ആണ് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് 2G കേസ് അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ കോൾ സ്കാമിനെ കുറിച്ചും അവസാനിപ്പിച്ചത് ഇതേ നരേന്ദ്രമോദിയുടെ CBI ആണ്. ആരൽപ്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് തന്റെ CBI, തന്റെ സർക്കാരിന്റെ CBI അവസാനിപ്പിച്ച കേസ് വീണ്ടും ഉന്നയിക്കുമോ? അതാ പറഞ്ഞത്, ഇരട്ടത്താപ്പിന്റെ മുഖമായിട്ടാണ് നിങ്ങൾ പരാന്നഭോജികളാണ്, നിങ്ങളുടെ സഖ്യകക്ഷികളുടെ വോട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചാർക്കും വരാൻ കഴിയില്ല. 3 തവണയും തെരഞ്ഞെടുപ്പ് നടന്നിട്ട് മൊത്തം രാഹുൽ ഗാന്ധി ജാമ്യത്തിലിറങ്ങി ഇരവാദം ഉന്നയിക്കുന്നു. അഗ്നിവീറിൽ നിങ്ങൾ കള്ളം പറഞ്ഞു, ഭരണഘടനയിൽ കള്ളം പറഞ്ഞു, സംവരണത്തിൽ കള്ളം പറഞ്ഞു, EVM-ൽ കള്ളം പറഞ്ഞു, LAC-ൽ കള്ളം പറഞ്ഞു, റാഫേലിൽ കള്ളം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ മൊത്തം ഒരു നുണ ഫാക്ടറി ആണെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുന്നതാണ്, ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വസ്തുതാപരമായി പറയാൻ സാധിച്ചോ? ശരി, അഗ്നിവീറിന്റെ കാര്യത്തിൽ 1.8 ലക്ഷം രൂപയോ മറ്റോ മരിച്ച അഗ്നിവീറിന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് അവരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വരാം ശ്രീ രാജു പി നായർ. എനിക്കൊന്ന് BJP പ്രതിനിധിയിലേക്ക് പോകണം. ശങ്കുട്ടി, നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ അതിനെ നയപരമായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇന്നതാണ്. അഗ്നിവീറിന് നൽകുന്ന കോമ്പൻസേഷനെ സംബന്ധിച്ച് ഞങ്ങൾ എടുത്തിരിക്കുന്ന നയപരമായ തീരുമാനം ഇതാണ്. രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞു നരേന്ദ്രമോദിക്ക് പറയാൻ സാധിച്ചോ? വെറുതെ ഇതായിട്ടുള്ള കാർപ്പറ്റ് ബോംബിംഗ് പോലെ കള്ളങ്ങളാണ് പറയുന്നത് പറഞ്ഞാൽ അതിനപ്പുറം എന്തായിരുന്നു കള്ളം? നിലപാട് വ്യക്തമാണ്. എനിക്ക് ശങ്കുട്ടിദാസിലേക്ക് ഒന്ന് പോകണം. ശങ്കുട്ടിദാസ്, നോക്കൂ, കോൺഗ്രസ് പറയുന്നു ഇതൊരു കുത്തിത്തിരിപ്പുകാരന്റെ പ്രസംഗം പോലെയാണ് അനുഭവപ്പെട്ടത്. രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ ഈ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. ഒടുവിൽ നെഹ്റുവിലേക്ക് പോയി ഇവരെ പ്രതിരോധിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ സർക്കാരിന്റെ കാലത്ത് മണിപ്പൂരിനെ കുറിച്ചൊരു വാക്കുമിണ്ടിയോ? മണിപ്പൂരിന് നീതി എന്ന് സഭ തുടർച്ചയായി 2 മണിക്കൂർ മുദ്രാവാക്യം മുഴക്കിയിട്ടും ഈ പ്രധാനമന്ത്രി എന്താ മണിപ്പൂർ തൊടാതെ പോയത്? BJP നീറ്റിനെ കുറിച്ചൊന്ന് തൊട്ടുതലോടി മാത്രം പോയത്? വിലക്കയറ്റത്തെക്കുറിച്ച്, ഡീമോണിറ്റൈസേഷനെ കുറിച്ച്, ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയൊളിച്ചോ ഈ പ്രധാനമന്ത്രി എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. രാജു പി നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് പ്രസംഗമാണ് ഇന്ന് ലോക്സഭയിൽ നടന്നത് എന്നാണ്.
രാജു പി നായർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത് പ്രധാന കുത്തിത്തിരിപ്പുകാരനാണെന്നാണ്. അതേ ഭാഷയിൽ അദ്ദേഹത്തോട് മറുപടി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതാവിനെ വിളിക്കേണ്ടത് പ്രധാന മന്ദബുദ്ധി എന്നാണ്. ഞാനത് വിളിക്കില്ല, അതല്ല നമ്മുടെ ശൈലി. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിനെ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇരുന്നാലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം മഹനീയമാണ്. ആ സ്ഥാനത്തെ ആദരിക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരാണ്. പക്ഷേ ഇന്ന് പ്രതിപക്ഷം സഭയിൽ ചെയ്തത് നമ്മൾ ഇത്രയും കാലം തുടർന്നു വന്നിട്ടുള്ള സഭാ മര്യാദകളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ആ സഭാപരിപാടികൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഏതൊരു സാധാരണ പൗരനും സ്വയം ലജ്ജ തോന്നുന്ന മട്ടിലുള്ള പെരുമാറ്റമാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷം നടത്തിയത്. രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ വേണ്ടി ആദ്യമായിട്ട് പ്രധാനമന്ത്രി സഭയിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യ വാചകം പോലും പറയാൻ അനുവദിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ ആർപ്പ് വിളിക്കുന്ന, ബഹളം വയ്ക്കുന്ന, അലങ്കോലം സൃഷ്ടിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. 2 മണിക്കൂർ തുടർച്ചയായിട്ട് ആദ്യം ഒരു 1.5 മണിക്കൂറോളം അവർ ബഹളം വെച്ചുകൊണ്ടിരുന്നു. അവസാനം ബഹളം തുടരാൻ കഴിയാണ്ട് വന്നപ്പോൾ അവസാനം കഴിഞ്ഞപ്പോഴേക്ക് ആർപ്പ് വിളിക്കുക, കൂക്കി വിളിക്കുക തുടങ്ങിയിട്ടുള്ള ശൈലിയിലേക്ക് പോലും നമ്മുടെ പ്രതിപക്ഷം പോയി. രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷം 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷം വന്നു കഴിഞ്ഞാൽ സഭയിൽ കൂക്കി വിളിച്ചിട്ട് ശക്തി തെളിയിക്കുകയാണോ ചെയ്യേണ്ടത്? സഭയിൽ പ്രതിപക്ഷമല്ലേ, കുറുക്കന്മാരല്ലല്ലോ വന്നത്. ഇതാണോ ജനാധിപത്യത്തിൻ്റെ സ്വഭാവം? രാഹുൽ ഗാന്ധി തന്നെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി MP മാരെ പ്രേരിപ്പിക്കുകയായിരുന്നു. സ്പീക്കർക്ക് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ശാസിക്കേണ്ടി വന്നു. നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇത് സഭയുടെ മര്യാദകൾക്ക് ശോഭ നൽകുന്നില്ല, അങ്ങിപ്പോൾ അലങ്കരിക്കുന്ന സ്ഥാനത്തിന് ശോഭ നൽകുന്നില്ല, നിങ്ങൾ ദയവായിട്ട് ഇത്തരത്തിൽ പ്രവൃത്തിയിൽ ഏർപ്പെടരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് സ്പീക്കർക്ക് പറയേണ്ടി വന്നു. ആ മട്ടിലുള്ള അലങ്കോലമാണ്. എന്താണ് ഇവർക്ക് വർദ്ധിതമായിട്ടുള്ള എണ്ണം ായതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് കിട്ടിയത് എന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് നേരിട്ട് കാണാനൊരു അവസരമാണ് ഇന്നത്തെ പാർലമെന്റ്. ഇനിയുള്ള 5 വർഷവും ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ പാർലമെന്റ് നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്ത്യയുടെ ഒരു ദൗർഭാഗ്യം. ഈ ആളുകൾക്ക് 99 സീറ്റും ഈ INDA മുന്നണിക്ക് 234 സീറ്റും ഉണ്ടായതുകൊണ്ട് ഉണ്ടാവുന്നത് നമ്മുടെ പാർലമെന്റ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. സാർ, എന്താണ് സാർ ശക്തമായ പ്രതിപക്ഷം? ശക്തമായ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയാൻ ഭരണപക്ഷത്തിന് അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. യാതൊരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും അസംബന്ധങ്ങൾ 2 മണിക്കൂർ പ്രസംഗിക്കുകയും പ്രധാനമന്ത്രി മറുപടി പറയാൻ വേണ്ടി ആയുന്ന സമയത്ത് വായ തുറക്കാൻ പോലും സമ്മതിക്കാതെ ബഹളം വെക്കുകയും ചെയ്യുന്നതല്ല ശക്തമായിട്ടുള്ള പ്രതിപക്ഷം. പ്രധാനമന്ത്രി പറഞ്ഞു തുടങ്ങിയതിന് ശേഷം അവർക്ക് വിയോജിപ്പുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് വന്നപ്പോഴാണ് അവർ ബഹളം വെച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു. പ്രധാനമന്ത്രി ആദ്യത്തെ വാക്ക് പറയുന്നതിന് പ്രതിപക്ഷം എന്ത് സംസാരിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നിങ്ങൾ സഭാരേഖകളിൽ നീക്കം ചെയ്തില്ലേ? നീറ്റിനെ കുറിച്ച് പറഞ്ഞത് നീക്കം ചെയ്തില്ലേ? അദാനിയെ കുറിച്ച് പറഞ്ഞത് നീക്കം ചെയ്തില്ലേ? പിന്നീട് എങ്ങനെയാ പ്രതിപക്ഷം ശബ്ദിക്കാതിരിക്കുക? പ്രതിപക്ഷം ഇന്നലെ സഭയിൽ ആഞ്ഞടിച്ച എല്ലാ വിഷയങ്ങളിലെയും പ്രധാന ഭാഗങ്ങൾ നിങ്ങൾ സഭയിൽ നിന്ന് രേഖാമൂലം നീക്കം ചെയ്തു. പ്രതിപക്ഷം സ്വാഭാവികമായും അസ്വസ്ഥരാവും. നോക്കൂ, നിങ്ങൾ എന്ന് പറയുമ്പോൾ BJPയോ കേന്ദ്ര സർക്കാരോ അല്ല ഇതൊന്നും സഭയിൽ നിന്നും നീക്കം ചെയ്തത്. ബഹുമാനപ്പെട്ട പാർലമെന്റിലെ സ്പീക്കറാണ് അത് നീക്കം ചെയ്തത്. അത് സ്പീക്കറുടെ വിവേചനാധികാരമാണ്. നിങ്ങൾ ദയവായിട്ട് കോൺഗ്രസിന്റെ പക്ഷം റിജുവും അമിത്ഷായും പ്രധാനമന്ത്രിയുമാണ്. പാർലമെന്ററി കാര്യമന്ത്രിയാണ് അത് സൂചിപ്പിച്ചത്. സ്പീക്കറുടെ വിവേചനാധികാരമാണ് പരാമർശം നീക്കം ചെയ്യണമോ വേണ്ടോ എന്നത്. വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. എൻ്റെ ചോദ്യം, രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്തതിൽ എന്താണ് തെറ്റ്? സഭാരേഖകളിൽ എല്ലാ കാലത്തും ഇടം പിടിക്കേണ്ട തങ്കലിപികളിലുള്ള എന്ത് പരാമർശമാണ് അദ്ദേഹം സഭയിൽ നടത്തിയത്? ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഇന്നലെ മുതൽ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു, തീയാളി, നിലംപരിശാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ 1 മണിക്കൂർ 40 മിനിറ്റുള്ള സ്പീച്ച് മുഴുവൻ കണ്ടതാണ്. ബാലകബുദ്ധി എന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനെ പറ്റി പറഞ്ഞത്. ബാലക ബുദ്ധിയാണ് അദ്ദേഹം പ്രദർശിപ്പിച്ചത്. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവ് കുറെ ആത്മീയാചാര്യന്മാരുടെയും ഈശ്വരന്മാരുടെയും ഫോട്ടോ ആയിട്ട് വരുന്നു. എന്നിട്ട് ആദ്യം ശിവന്റെ ഫോട്ടോ കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതാ ശിവന്റെ ഫോട്ടോ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ശിവന്റെ ഒരു കയ്യിൽ അഭയമുദ്രയാണ് ഉള്ളത്. അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നം. ശിവന്റെ ശൂലം വലത്ത് ഭാഗത്തല്ല ഇടത്ത് ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ശൂലമല്ല, അത് മണ്ണിൽ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ശൂലമാണെന്ന് തെളിയിക്കുന്നു. സമാധാനമാണ് ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ശിവൻ നമുക്ക് തരുന്ന പാഠം ഭരണഘടന മനുഷ്യൻ ഉടലെടുക്കുമ്പോൾ സ്വാർത്ഥനായിട്ടുള്ള മനുഷ്യൻ അവിടെ അവസാനിക്കുന്നു. ഭരണഘടനയാണ് പരമപ്രധാനം എന്ന തത്വമാണ് ശിവഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ശിവന്റെ അഭയമുദ്രയാണ്, ശിവന്റെ സന്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം ഗുരുനാനക്കിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു ഗുരുനാനക്കിന്റെ കയ്യിലും അഭയമുദ്രയാണ്. ഈ ചിഹ്നമാണ് കോൺഗ്രസിന്റെ ചിഹ്നമായിട്ടുള്ള കൈപ്പത്തി ചിഹ്നം. ഇവരും പഠിപ്പിക്കും. എല്ലാ മതത്തെയും പറ്റി പറയാനുള്ള സ്ഥലമാണോ ഇതെന്താ? സർവ്വമത സമഭാവന പറയാനുള്ള സത്സംഗവേദിയാണോ പാർലമെന്റ്? രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയല്ലേ നിങ്ങൾ പറയുന്നത്? മാത്രം വിളിക്കാനുള്ള സ്ഥലമാണോ പാർലമെന്റ്? ജയ് ശ്രീറാം മാത്രം വിളിക്കാനുള്ള സ്ഥലമല്ല പാർലമെന്റ്. ചെങ്കോൽ അവിടെ കൊണ്ടുവന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ജവഹർലാൽ നെഹ്റുവിന് ശൈവാധി
ഈ പാർലമെന്റിലല്ലേ നിങ്ങൾ അയോധ്യയിൽ ബഹളം പ്രാണപ്രതിഷ്ഠ വെക്കാതെ. ശംഖു ഞാൻ സംസാരിക്കുന്ന ശങ്കുട്ടിദാസ് അല്ല, ഇത് നമ്മുടെ ചോദ്യങ്ങളാണ്. നമ്മൾ ചർച്ച മനോഹരമായി തന്നെയാണ് പോകുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെടാതിരിക്കും. നമ്മൾ സ്പീഡ് ഉള്ളതുകൊണ്ട് തോന്നുന്നതാണ് ശങ്കുട്ടിദാസ്. നമ്മൾ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾ കൃത്യമായ ഉത്തരം പറയുന്നു. നമ്മൾ അങ്ങനെ ചോദിച്ചും പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ചർച്ച വിരസമായി പോകില്ലേ ശങ്കുട്ടിദാസ്? കാര്യം താങ്കൾക്കാണ് കൂടുതൽ അവസരം കിട്ടിയത് ഇന്നത്തെ ചർച്ചയിൽ. ഈ ചെങ്കോൽ വെച്ച് അതിനുശേഷം രാമപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പ്രാണപ്രതിഷ്ഠ നടത്തിയ സർക്കാരിന് ഈ പ്രമേയം പാസ്സാക്കിയത് ഇതേ പാർലമെന്റിലല്ലേ? ശരി, അങ്ങയുടെ ചോദ്യം കഴിഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ തുടർന്നോട്ടെ. ഞാൻ പറയുന്നത് ഒന്ന്, നമ്മുടെ ചർച്ച മനോഹരമായിട്ടല്ല പോകുന്നത്. നമ്മുടെ ചർച്ച വളരെ ഏകപക്ഷീയമായിട്ടാണ് പോകുന്നത്. ഞാൻ റിപ്പോർട്ടർ ടിവിയുടെ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ 1.5 മണിക്കൂർ നീണ്ട പ്രസംഗം മുഴുവൻ ലൈവായി കാണിച്ചിട്ടുള്ള മലയാള മാധ്യമങ്ങൾ ഒരാൾ പോലും ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ ലൈവായി കാണിക്കാൻ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിക്കുന്നത് 6:30 മണിക്കാണ്. 6 മണിക്ക് റിപ്പോർട്ടറിൽ കൊടുക്കുന്ന സ്ക്രോള് പ്രതിരോധം ദുർബലമോ എന്നാണ്. അതായത് അത് ദുർബലമാണെന്നൊരു മുൻവിധി മുന്നേ സൃഷ്ടിച്ചുകൊണ്ട് വേണ്ടത്ര എത്തിയില്ല എന്നൊരു ആസ്പർഷൻ കാണുന്നവരുടെ മനസ്സിലേക്ക് സൃഷ്ടിക്കുകയാണ്. വളരെ ഏകപക്ഷീയമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഈ പറയുന്ന പാർലമെന്റിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളോട് പ്രതികരിച്ചതിലാണ് എന്താ സംശയം? കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രമായിട്ടുള്ള മാതൃഭൂമി ഇന്ന് ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കുന്നത് നന്ദി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടാണ്. ഒരു പത്രം അവരുടെ നിലപാട് എഡിറ്റോറിയൽ പേജിൽ എഴുതുന്നത് ശരിയാണ്. അവർ വാർത്ത തന്നെ ഒരു നിലപാടാക്കി മാറ്റുകയും അവരുടെ പക്ഷപാതിത്വം തെളിയിക്കുകയും ചെയ്യുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെയുമുള്ള മാധ്യമങ്ങൾ മുട്ടിലിഴഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങളൊന്ന് നിവർന്നു നിൽക്കാൻ തുടങ്ങിയപ്പോ ചെറിയ അസ്വസ്ഥത വന്നു തുടങ്ങി. നിങ്ങളൊക്കെ ഇത്രയും കാലം മുട്ടിലഴിയായിരുന്നു. സംബന്ധിച്ച് എനിക്ക് ആക്ഷേപമൊന്നുമില്ല. അരുൺകുമാറിന്റെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ 2024 മാതൃഭൂമി അങ്ങനെ ചെയ്യായിരുന്നു എന്നാണ് നിങ്ങൾ ആരോഗ്യ മാതൃഭൂമിയാണ് മറുപടി പറയട്ടെ. ഞാൻ എന്തായാലും പറയുന്നത് മാധ്യമങ്ങൾ അല്ല, ശരി, അങ്ങ് പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2024 വരെ മാധ്യമങ്ങളുടെ പരിലാളനം ഏറ്റു വളർന്ന പാർട്ടിയൊന്നുമല്ല ഞങ്ങൾ. നിങ്ങൾ എല്ലാ കാലത്തും BJP കടന്ന് ആക്രമിക്കാനും നരേന്ദ്രമോദിയെ എഴുതി കാണിക്കാനും രാഹുൽ ഗാന്ധിയെ പെരുപ്പിച്ച് കാട്ടാനും തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. 2004 മുതൽ രാഹുൽ ഗാന്ധിയെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ. ഇതാ രാഹുൽ ഗാന്ധി ഹാസ് കം ഓഫ് ഏജ് എന്ന് പറഞ്ഞ് എനിക്ക് അരുണിലേക്ക് പോകാം. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം ശുദ്ധ അസംബന്ധമായിരുന്നു, യാതൊരു മെറിറ്റും ഇല്ലാത്തായിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കോൺഗ്രസിനെ അവരുടെ യഥാർത്ഥ ചരിത്രവും ഈ രാജ്യത്തെ ജനങ്ങളെ കോൺഗ്രസിന്റെ തനിനിറവും ബോധ്യപ്പെടുത്തുന്ന ചരിത്രമായിരുന്നു. ഒരു 100 വർഷത്തേക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ ഈ പ്രസംഗം ഓർത്തിരിക്കും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. കോൺഗ്രസിന് ഈ രാജ്യത്തെ ജനങ്ങൾ മാപ്പ് നൽകില്ല എന്നാണ് പറഞ്ഞത്. ഹിന്ദു മതം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണെന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ 24 മണിക്കൂറും ഹിംസ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇതേ പരാമർശം മറ്റൊരു മതത്തെ പറ്റി പറയാൻ തയ്യാറാവില്ല. മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ എല്ലാ സമയത്തും ഹിംസ നടത്തുന്നു എന്ന് പറയില്ല. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ എല്ലാ സമയത്തും ഹിംസ നടത്തുന്നു പറയില്ല. പക്ഷെ ഹിന്ദു സമൂഹത്തിനെതിരെ എന്ത് ആക്ഷേപവും നടത്താം, അവരെ എങ്ങനെ അധിക്ഷേപിക്കാം എന്ന ധാർഷ്ട്യത്തിൽ നിന്ന് ഉടലെടുത്ത പരാമർശമാണത്. ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന പരാമർശമാണത്. അത് ഈ രാജ്യം ഒരു നൂറ്റാണ്ട് കാലം ഓർത്തിരിക്കും. കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ബാലിശമായിരുന്നു എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നേരിട്ട് അദ്ദേഹം മറുപടി പറയാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചില്ലെങ്കിലും അഗ്നിവീർ അടക്കമുള്ള കാര്യങ്ങളിൽ പറഞ്ഞു. ഇതിലെല്ലാം കോൺഗ്രസും പ്രതിപക്ഷവും കള്ളമാണ് പറഞ്ഞത്. പ്രതിപക്ഷത്തിന് വേദനയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ അസ്വസ്ഥതയിലാണ് പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ പറയുന്നത്. ബാലിശമായ പ്രതിപക്ഷമാണ് എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ നടത്തിയ പ്രസംഗം രാജ്യം നേരിടുന്ന ഏറ്റവും ഗൌരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിഗംഭീരമായിട്ട് തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇന്നലത്തെ ചർച്ചയിലും ഞങ്ങളത് സൂചിപ്പിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളും നന്നായി തന്നെ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു. പക്ഷേ അതിൽ ഒരു കാര്യം ഒരു ചെറിയ ഒബ്ജക്ഷൻ ഞങ്ങൾ രേഖപ്പെടുത്തിയത് മതപരമായിട്ടുള്ള ചിഹ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിന്റെ ചില ഉള്ളടക്കം അത് കൂടുതൽ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി BJPക്ക് അവസരമുണ്ടാക്കുന്ന ഒരു സാഹചര്യമായി പോയി എന്ന് ഞങ്ങൾ ഇന്നലത്തെ ചർച്ചയിലും സൂചിപ്പിച്ചു. മതസാഹോദര്യത്തിലധിഷ്ഠിതമായ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിന്റെ കലാപത്തിയിൽ ചുട്ടരിച്ച് വർഗീയ അജണ്ട നടപ്പാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം. അത്തരത്തിലുള്ള ലക്ഷ്യത്തേക്ക് അവർക്ക് വിത്തിടുന്ന തരത്തിലാകരുത് നമ്മുടെ ഇടപെടലുകൾ. വർഗീയതയ്ക്ക് ബദൽ വർഗീയതയല്ല, വർഗീയതയ്ക്ക് ബദൽ മാനവികതയും മനുഷ്യ സ്നേഹവുമാണ്. അതുകൊണ്ട് BJPക്ക് പ്രയോജനപ്പെടുത്താനും പ്രചരണം നടത്താനുള്ള ഒരു അവസരം ഏതു ഭാഗമാണ്? അതെ, അല്ല, ഞാൻ മതപരമായിട്ടുള്ള ചിഹ്നം ഉയർത്തി കാണിച്ച് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഞാൻ ഒരു വാചകമോ വാക്കോ അദ്ദേഹം ഉപയോഗിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്. മതപരമായിട്ടുള്ള ചിഹ്നം ഉയർത്തി കാണിച്ച് നടത്തിയ പ്രചരണം അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ആ ഭാഗം അത്
കൂടുതൽ തെറ്റായ പ്രവണത ഉണ്ടാക്കാനും തെറ്റായ പ്രചരണം നടത്താനും RSSനും സംഘപരിവാറിനും അവസരമൊരുക്കുന്ന തരത്തിലേക്ക് ആയിപ്പോയി എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു വാക്കിനെയോ വാചകത്തെയോ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ല. ഞാൻ അധിക സമയം എടുക്കില്ല. പക്ഷേ എങ്കിലും എന്റെ ന്യായമായ സംശയം ഇതാണ്. ജയ് ശ്രീറാം വിളി മാത്രം കേട്ടുകൊണ്ടിരുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ പേരിൽ പ്രമേയം പാസാക്കിയ ഒരു പാർലമെന്റിൽ, ചെങ്കോൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പാർലമെന്റിൽ എല്ലാ മതചിഹ്നങ്ങളും എല്ലാ മതാശയങ്ങളും ചർച്ച ചെയ്യപ്പെടണം എന്നതാകണ്ടേ നമ്മുടെ രാഷ്ട്രീയം? അതെ, ഞാൻ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് ശരിക്കും ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നവർ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് നടത്തുന്ന പ്രചരണം തെറ്റാണ്. ഹിന്ദു മതത്തിന്റെ ലക്ഷ്യം അതല്ല, അക്രമത്തിന്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാസനകളുടെയും മതമല്ല എന്ന് പറഞ്ഞത് 100% കറക്റ്റ്. ഇപ്പൊ BJP ഇന്നലെ മുതൽ നടത്തുന്ന പ്രചരണം ഹിന്ദുക്കൾക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നുള്ളതാണ്. അതിൽ 100% ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ച് കറക്റ്റ്. ഞങ്ങൾ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് നടത്തുന്ന പ്രസംഗത്തിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം മറ്റു തരത്തിലാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് 13 സ്ഥലത്താണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വർഗീയ വിഷം ആളിക്കത്തിക്കുന്ന, ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന, സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കുന്ന പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം നടത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. ആ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമോ ഈ കഴിഞ്ഞ 10-25 ദിവസത്തെ സാഹചര്യം എടുത്തു നോക്ക്. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡില് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാരെ തലക്കടിച്ചു കൊന്നത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ച് 3 മുസ്ലിം സഹോദരന്മാരെയാണ് ക്രൂരമായി തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. ബലിപ്പെരുന്നാളിന് അറക്കാൻ പശുക്കളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് തെലങ്കാനയിലെ മേദക്കിൽ സംഘപരിവാർ ആ കലാപം സൃഷ്ടിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുപോലെ ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് മധ്യപ്രദേശിൽ 13 വീടുകൾ ക്രൂരമായി ആക്രമിച്ച് വീടുകൾ ഇല്ലാതാക്കി. അതുപോലെ ഉത്തർപ്രദേശിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ അക്ബർ നഗറിൽ 9 ദിവസം കൊണ്ട് 1200 വീടാണ് തകർത്തത്. അപ്പോ വലിയ തരത്തിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം, 10-60 സീറ്റ് നഷ്ടപ്പെട്ടു എന്നും കഷ്ടിച്ച് ഭരണത്തിൽ തുടരുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഉള്ളപ്പോഴും അവർ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹചര്യം നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുക അധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4 നിയമസഭകളിൽ വിജയിച്ചു. ഇനി വരാൻ പോകുന്ന നിയമസഭകളിലും ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്കാണ് ഭൂരിപക്ഷത്തിന്റെ മാൻഡേറ്റ് എന്നാണ് ഇന്നും ആവർത്തിച്ചു പറയുന്നത്. ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുക, പ്രതിപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുക, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെ കള്ളക്കേസിൽ കുടുക്കുക എന്ന നയം, അത്തരത്തിലുള്ള നയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായിട്ടും തിരുത്താൻ BJP തയ്യാറാകുന്നുണ്ടോ? ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെ CBI അന്വേഷണവും പ്രഖ്യാപിച്ച് CBI കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അദ്ദേഹം എത്ര നാളായി ജയിലിൽ കിടക്കുന്നു? എന്തിയാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാത്ത? ട്രയൽ കോടതി ജാമ്യം കൊടുത്തുകൊണ്ട് ഇത് ബെയിൽ കൊടുക്കേണ്ട കേസാണെന്നും ഒരു തരത്തിലും തെളിവില്ലെന്ന് കണ്ടെത്തി ജാമ്യം ഉത്തരവിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ CBI കൊണ്ട് അന്വേഷണം നടത്തുന്നു. ഇപ്പൊ CPM അടക്കമുള്ള കക്ഷികൾക്കെതിരെയും ED അടക്കമുള്ള അന്വേഷണം ശക്തിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതുപോലെ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യം അതേപോലെ തുടരുകയാണ്. അതുപോലെ തന്നെ അരുന്ധതി റോയ്ക്കെതിരെ പ്രോസിക്യൂഷന് അനുവാദം കൊടുക്കുകയാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണത്തിൽ തുടരാൻ വീണ്ടും അവസരം കൊടുക്കുന്നു. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ദേശീയ ഉപദേഷ്ടാവ്, സുരക്ഷാ ഉപദേഷ്ടാവ്, അവർക്കെല്ലാം എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. അപ്പോ എന്താണോ സംഘപരിവാർ കഴിഞ്ഞ 10 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്, അത് മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാകട്ടെ, ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നതാകട്ടെ, ഫെഡറലിസം തകർക്കുന്നതാകട്ടെ, പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യട്ടെ, ബഹ്റയ്ക്ക് നീട്ടിക്കൊടുക്കുന്നത് പോലെയല്ലേ ഉള്ളൂ അരുൺകുമാർ. അത് വിട്ടേക്കൂ. പക്ഷെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇരവാദം ഉന്നയിക്കുന്നു ഈ നേതാക്കൾ. രാഹുൽ ഗാന്ധി സവർക്കറുടെ പേരിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ വന്നിട്ട് അദ്ദേഹം ഇരവാദം ഉപയോഗിക്കുകയാണ് എന്നാണ്. അല്ലല്ല, ഇവിടെ പ്രതിപക്ഷം ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഇരവാദമാണ്, അത് വലിയ തരത്തിൽ വിദ്വേഷമുണ്ടാക്കുന്നതാണ്, നുണ പ്രചരിപ്പിക്കുന്നതാണ് എന്ന രൂപത്തിലാണ്. ഇവിടെ നമുക്ക് അന്നം നൽകുന്ന കർഷകർ നടത്തിയ സമരത്തെ ഈ പ്രധാനമന്ത്രി വിളിച്ചതേ അർബൻ നക്സലൈറ്റുകൾ നടത്തുന്ന സമരം, ഖാലിസ്ഥാൻ വാദികൾ നടത്തുന്ന സമരം, പാകിസ്ഥാൻ വാദികൾ നടത്തുന്ന സമരം എന്നാണ്. ഏത് കർഷകരുടെ സമരത്തെ വിളിച്ചത്? ആ പ്രധാനമന്ത്രിക്ക് എങ്ങനെ മറ്റു തരത്തിലുള്ള ഒറ്റ വാചകത്തിൽ എനിക്കൊരു മറുപടി നൽകാമോ ശ്രീ ശങ്കുട്ടിദാസ്? എന്തുകൊണ്ടാണ് ഇന്ന് കർഷകരെ കുറിച്ച് അധികം സംസാരിക്കാതെ പോയത് പ്രധാനമന്ത്രി? എന്തുകൊണ്ടാണ് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാതെ പോയത്? മണിപ്പൂരിലെ നീതി വേണമെന്നുള്ള പ്രതിപക്ഷ മുദ്രാവാക്യം കേൾക്കാതെ പോയത്? ഭയന്നോ മോദി? അതിലേക്ക് ഞാൻ മറുപടി പറയാം. ഒറ്റ വാചകത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെങ്കിൽ അറിയാൻ വേണ്ടി ചോദിച്ചു.
ഒറ്റ വാചകത്തിലേ പറയുന്നുള്ളൂ. രാഹുൽ ഗാന്ധി ഈ പറയുന്ന ശിവന്റെയൊക്കെ ചിത്രം ഉപയോഗിച്ചത് ശരിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നാളെ നരേന്ദ്രമോദി പാർലമെന്റിൽ വന്ന് ലക്ഷ്മി ദേവിയുടെ ചിത്രം ഉയർത്തി കാണിച്ചിട്ട് ലക്ഷ്മി ദേവി താമരയിലാണ് ഇരിക്കുന്നത്, നരേന്ദ്രമോദിയെ കരുതുന്നത് അദ്ദേഹം തന്നെ ദൈവമാണെന്നല്ലേ? സ്വയം ദൈവമല്ലേ? അങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ലെന്ന് മുന്നേ ഒരു ചർച്ചയിൽ തന്നെ ഞാൻ അങ്ങോട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ്. ജനനമാണ് നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. പരമാത്മാവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിവ് ലഭിച്ചാൽ പിന്നെ എന്താണ് അദ്ദേഹം അമാനുഷികനല്ലേ? ഞാൻ അങ്ങയോട് ചോദിച്ചത് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. രാഹുൽ ഗാന്ധി ചെയ്ത അതേ കാര്യം BJP-യിൽ ഒരു നേതാവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി ഇത് തന്നെ പറയുമോ? അതോ രാഹുൽ ഗാന്ധി ചെയ്യുമ്പോൾ മാത്രം അത് ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റുമാണ്? ഇതിനെ എങ്ങനെയാണ് മറുകയിൽ മുസ്ലിമും മറുകയിൽ ഗുരു നാനാക്കും ഈ പറയുന്ന ബുദ്ധനും ക്രിസ്തുവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രാജ്യമാകുന്നത്. കാണുന്ന പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ നിങ്ങളുടെ നിലപാടിന്റെ ശരി എന്താണ് തെറ്റെന്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ശങ്കുട്ടിദാസ് തന്നെ ഉന്നയിച്ചിരുന്നു. എനിക്കതിന് മറുപടി വേണം രാജു പി നായരിൽ നിന്ന്. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. 3 അതിഥികൾക്കും ഞാൻ 2.5 മിനിറ്റ് വീതം നമുക്ക് അനുവദിക്കാം. ഞാൻ ആദ്യം രാജു പി നായരിലേക്ക്. രാജു പി നായർ, നേരത്തെ ശങ്കുട്ടിദാസ് ചോദിച്ച ചോദ്യം ഇതേപോലെ ആയിരിക്കുമോ ഇനി വരുന്ന 5 വർഷക്കാലവും നിങ്ങൾ സഭയിൽ പ്രതിഷേധിക്കാൻ പോകുന്നത്? സഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ചിരിക്കുന്നത് കുറുക്കന്മാരെ അല്ലല്ലോ ഓരിയിടാൻ എന്നാണ് ചോദിച്ചത്. നമ്മുടെ ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിച്ചോ പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ പ്രകടനം? ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, കള്ളം പറയുന്നു കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിനൊരു പേരുകൂടെ കൊടുക്കുന്നു, നുണ ഫാക്ടറിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു മിനിമം സപ്പോർട്ട് പ്രൈസിൽ നിങ്ങൾ കള്ളം പറഞ്ഞു, നിങ്ങൾ അഗ്നിവീർ പദ്ധതിയുമായി കള്ളം പറഞ്ഞു, കള്ളം പറയിലാണ് നിങ്ങളുടെ ജീവിതം. റഫാലിൽ കള്ളം പറഞ്ഞു, വോട്ടിംഗ് മെഷീനിൽ കള്ളം പറഞ്ഞു, LICയിൽ കള്ളം പറഞ്ഞു, HALൽ കള്ളം പറഞ്ഞു, ഭരണഘടനയിൽ കള്ളം പറഞ്ഞു, റിസർവേഷനിൽ കള്ളം പറഞ്ഞു എന്നാണ് നിങ്ങളെ നോക്കി പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത്. അത് രണ്ടിനുള്ള മറുപടി. ശരി, എനിക്ക് അല്പസമയം കൂടെ കൂട്ടിത്തരണം ഞാൻ പറയുകയാണ്. എന്തായാലും ശങ്കുട്ടിദാസ് പറഞ്ഞതിനോട് ഞാൻ മറുപടി പറയുന്നില്ല. കാരണം വെറുതെ വല്ലതൊക്കെ അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറയുന്നു. അദ്ദേഹത്തിന് അവിടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാണിച്ചത് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് സന്യാസിമാരെ കൊണ്ടൊന്ന് പൂജ നടത്തിയതിന് ശങ്കുട്ടിദാസിന് പ്രശ്നമില്ലായിരുന്നു അല്ലേ? ഇന്ത്യയുടെ ഒരു അസംബ്ലിയിൽ ഒരു നഗ്ന സന്യാസിയെ കൊണ്ടുവന്ന് സ്പീക്കറുടെ കസേരയിൽ ഇരുത്തിയായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പൊ കോൺഗ്രസ് അവിടെ നിങ്ങളുടെ ഹിന്ദുത്വം എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിന് വേണ്ടി ഹിന്ദുവിന്റെ ആശയം പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളി, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത് നോക്കൂ അരുൺ, അങ്ങ് പറഞ്ഞത് കൂട്ടിച്ചേർത്ത് പറയാം. എന്തൊക്കെ ഇരട്ടത്താപ്പാണ് പറയുന്നത്? എവിടെയൊക്കെ പോയി? അംബേദ്കർ രാജിവെച്ചു, നെഹ്റുവിനോടുള്ള എതിർപ്പുണ്ട്. എന്തായിരുന്നു അംബേദ്കർ രാജിവെച്ചതിന്റെ കാര്യം? അരുൺകുമാറിന് അറിയാലോ. ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് അവിടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദു സമൂഹം ആ ഹിന്ദു കോഡ് ബില്ലിനെ എതിർക്കുകയും ആ പാർലമെന്റിൽ അത് കൊണ്ടുവരാൻ കഴിയാതെ പിന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആരാ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നത്? നെഹ്റുവും അംബേദ്കറും കൂടി കൊണ്ടുവന്നത്. ആരാ എതിർത്തത്? BJP, ക്ഷമിക്കണം, RSS. അന്നത്തെ RSS ശ്യാം പ്രസാദ് മുഖർജി അത് എതിർത്തു. അതെടുത്തതിനെ തുടർന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിൽ നിരാശ പൂണ്ട അംബേദ്കർ ആ ഹിന്ദു കോഡ് ബില്ലിൽ വെള്ളം ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. അതിനെ ഇന്ന് നരേന്ദ്രമോദി ഏർക്കുക. ആരാ അപ്പൊ അംബേദ്കറിനെ പരാജയപ്പെടുത്തിയത്? ഈ RSS അല്ലേ പരാജയപ്പെടുത്തിയത്? ശ്യാം പ്രസാദ് മുഖർജി അല്ലേ പരാജയപ്പെടുത്തിയത്? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ശങ്കുട്ടിദാസ്? ഇനി നോക്കൂ, റിസർവേഷനെ കുറിച്ച് പറയുന്നു. എന്താ ശങ്കുട്ടിദാസ് RSSന്റെ BJP-യുടെയും സംവരണ നയം? എന്താ സംവരണ നയം? ഇവിടെ സാമുദായിക അടിസ്ഥാനത്തിൽ സംവരണം പാടില്ല എന്നും സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രമാണ് സംവരണം വേണ്ടതെന്നുള്ളതല്ലേ നിങ്ങളുടെ നയം? ഇന്ന് ആ നയത്തെ ഈ കോൺഗ്രസ് സംവരണം കൊണ്ടുവന്ന കോൺഗ്രസ് ആ സംവരണത്തെ അട്ടിമറിച്ചു നെഹ്റു എന്നാണ് പറയുന്നത്. ഇത്രക്ക് വിവരക്കേട് ഒരു ആളിൽ നിന്ന് പറയാവോ? ഇന്ത്യയുടെ പാർലമെന്റിൽ വിവരക്കേട് പറയാവോ? ഒന്നിന് അദ്ദേഹം വിവരം കെട്ടവനാണ്, അല്ലെങ്കിൽ അദ്ദേഹം പച്ചക്കള്ളം പറയുന്നു. ആ കള്ളമാണ്. ഇനി കള്ളം പറഞ്ഞു എന്ന് ചോദിച്ച അരുൺകുമാറിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. മുൻകൂറായിട്ട് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ മുഴുവൻ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അസത്യം പരത്തി. ആരാ പറഞ്ഞത്? ഞങ്ങളാ പറഞ്ഞത്.
അല്ലല്ലോ, മോഹൻ ഭാഗവത് അല്ലേ പറഞ്ഞത്. അപ്പൊ മോഹൻ ഭാഗവത് പറഞ്ഞത് ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി സ്ഥാപിച്ചു. RSSന്റെ എതിർപ്പ് എനിക്ക് പ്രശ്നമല്ല, ഞാൻ കള്ളമേ പറയൂ, എനിക്ക് കള്ളം പറയാനേ അറിയൂ, എനിക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം സംസാരിക്കാൻ അറിയില്ല. രാഹുൽ ഗാന്ധി നീറ്റിനെ കുറിച്ച് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി കർഷകരെ കുറിച്ച് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി ഇവിടുത്തെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, നോട്ട് നിരോധനത്തെ കുറിച്ച് പറഞ്ഞാൽ, GSTയെ കുറിച്ച് പറഞ്ഞാൽ, ഈ പറയുന്ന ഒരു കാര്യത്തിനും എനിക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കും, ഞങ്ങൾ ഹിന്ദുക്കളെ അപമാനിച്ചേ എന്ന് നിലവിളിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി സ്വാതന്ത്ര്യ സമരത്തവരെ തള്ളിപ്പറയുന്നവരെ കൊണ്ട് ഞങ്ങളുടെ ഓണപ്പ് ചെയ്യും. VD സവർക്കറിനെ പോലെ ഒരു ഹിന്ദുത്വ തീവ്രവാദി, ആ തീവ്രവാദിയെ ഞങ്ങൾ തുറന്നു കാണിച്ചതിന്റെ പേരിൽ ഉണ്ടായ കേസിന്റെ പേരിൽ ഞങ്ങൾ കരയുകയാണെന്ന് പറയും. ഞങ്ങൾ കരയുകയല്ല, ഞങ്ങൾ സധൈര്യം ഒരു ഭയവുമില്ലാതെ ഇടപെടില്ല. 2.5 മിനിറ്റ്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഈ 2.5 മിനിറ്റ് മതിയാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒന്ന്, അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വാസ്തവമാണ്. BR അംബേദ്കർ ഹിന്ദു കോൺഗ്രസുമായിട്ടുള്ള വിയോജിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്, പാസ്സാക്കാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് രാജിവെച്ചത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ അത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ രാജിയുടെ വലിയ കാരണം. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ അദ്ദേഹം നെഹ്റു സർക്കാരിന്റെ നയങ്ങളെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നെഹ്റുവിന്റെ ഫോറിൻ പോളിസി തീരുമാനിക്കുന്നത് അങ്ങ് ബഹളം വെക്കാതിരിക്കും. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ഒരു സാമാന്യ മര്യാദ സഭയിൽ പ്രതിപക്ഷം കാണിക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണിക്കരുത്. നിങ്ങൾ 5 കൊല്ലത്തേക്ക് ഇതാണ് നയമായിട്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ചർച്ചയിൽ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾ പാർലമെന്റിൽ 234 അംഗത്തിന്റെ ബലത്തിൽ നമ്മൾ ഓരോരുത്തരേ ഉള്ളൂ. 234 ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അംബേദ്കർ അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ തന്നെ എങ്ങനെയാണ് നെഹ്റു അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസിയെ ഒരു കിച്ചൺ കോട്ടറിയുടെ മാത്രം തീരുമാനമാക്കി മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംബേദ്കറിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടുത്തുകയല്ലേ ചെയ്തത്. അംബേദ്കറുമായിട്ട് നല്ല ടേംസിലാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നുണയാണെന്ന് പറയാൻ എന്തിനാണ് അധികം തെളിവ്? അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്ന അഗ്നിവീർ പദ്ധതി പ്രകാരം എടുക്കുന്ന ജവാന്മാർ ത്രോവേ മസ്ദൂർസ് ആണ്, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് 1 രൂപ പോലും ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞു. സഭയിൽ വെച്ച് തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ അഗ്നിവീർ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മരണപ്പെടുന്ന ഓരോ അഗ്നിവീർ സൈനികനും 1 കോടി രൂപ ഷഹീദാവുന്ന ജവാന്റെ കുടുംബത്തിന് കിട്ടുമെന്ന് പറഞ്ഞു. അത് വസ്തുതയല്ല. അപ്പോൾ അഗ്നിവീർ പദ്ധതിയെ പറ്റി ബോധപൂർവമായിട്ടുള്ള നുണയാണ് സഭയിൽ പറഞ്ഞതെന്നുള്ളത് ശരിയല്ലേ? ഇങ്ങനെ രാജ്യത്ത് നിലനിൽക്കുന്ന MSPയെ പറ്റി പറഞ്ഞത്, മിനിമം സപ്പോർട്ട് പ്രൈസിനെ പറ്റി പറഞ്ഞത് അസത്യമാണെന്നുള്ള തെളിവ് സഹിതം തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ലേ? അപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ രാജ്യത്ത് അസത്യം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അവർ രാജ്യത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ വീതം ഇട്ട് തരാമെന്ന് പറഞ്ഞ് രാജ്യത്ത് സാധാരണക്കാരനെ പറ്റിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ നേടിയെടുത്തിട്ടുള്ളത്. അവർ ഈ രാജ്യത്തെ പലതരത്തിൽ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്, CIAയുടെ പേരിൽ, NRCയുടെ പേരിൽ ഒക്കെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്, ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ളത്. എന്നിട്ട് അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ സംസാരിക്കുന്ന കേട്ടാ തോന്നുന്നു ഇവർ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. അല്ല, നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞതുപോലെ 100-ൽ 99 സീറ്റ് കിട്ടിയ ആൾക്കാരല്ല നിങ്ങൾ 543-ൽ 99 സീറ്റ് കിട്ടിയവരാ. 18% വോട്ടാണ്. ഫെയിലറാണ് നിങ്ങൾ. പാസ് മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ BJPയുടെ സർക്കാർ തുടർച്ചയായിട്ട് 3ാമത്തെ തവണ അധികാരത്തിലേറുക ചെയ്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ 2ാമത്തെ തവണ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു സർക്കാർ തുടർച്ചയായിട്ട് 3ാമത്തെ തവണ ജനങ്ങളുടെ അംഗീകാരം. രാജു P. നായർ പറഞ്ഞതിനും ഒപ്പം തന്നെ ശങ്കുട്ടിദാസിന്റെ മറുപടിക്കും താങ്കളുടെ പ്രതികരണം. ഈ സർക്കാരിനോട് ഇങ്ങനെയാണ് പ്രതിപക്ഷം 5 വർഷം പോകുന്നതെങ്കിൽ എന്തു ചെയ്യും എന്നാണ് ശങ്കുട്ടി നായർ ചോദിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് ചേരുന്നതാണോ? ഏതായാലും ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഫെഡറലിസവും പൗരസ്വാതന്ത്ര്യവും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ ഐക്യത്തോടെയുള്ള ഒരു പോരാട്ടമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് വരിക. ഇപ്പൊ പ്രധാനമന്ത്രി സമയം കൂടുതലെടുത്ത് വിശദീകരിച്ചാലും ഇപ്പൊ നീറ്റ് പരീക്ഷ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, 20 ലക്ഷം പേർ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ ക്രൂരമായ അഴിമതി നടത്തി സാധാരണക്കാരായ കുട്ടികളുടെ എല്ലാ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും തകർത്ത് എന്നിട്ട് നടപടിയെടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ 7 വർഷമായി 70ഓളം പരീക്ഷകളിൽ കൃത്യമായിട്ട് കുംഭകോണം നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്, നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടുണ്ട് എന്ന് വസ്തുതാപരമായിട്ടുള്ള പ്രസംഗമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. എന്തു മറുപടിയാണ് കൊടുത്തത്? നീറ്റ് പരീക്ഷ 9.6 ലക്ഷം പേര് എഴുതി. ഒന്ന് ആലോചിച്ച്, നമ്മെ പഠിപ്പിക്കാൻ വരുന്ന വിദ്യാഭ്യാസ യോഗ്യത അധ്യാപകരായി
ആയിട്ട് വരുന്നവരെ അതിലെല്ലാം തട്ടിപ്പാണ്. എല്ലാ മേഖലകളിലും തട്ടിപ്പ്. വ്യാപം അഴിമതി മുതൽ നമ്മുടെ മുന്നിലുണ്ട് ഈ തട്ടിപ്പ്. കർഷകരെ കുറിച്ച് ഒരു വാക്കും മറുപടിയിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അഗ്നിവീർ പറയുമ്പോഴും നമുക്കറിയാം തൊഴിലില്ലായ്മയുടെ രൂക്ഷമായ നാളുകളിലൂടെ കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ട് യുവജനങ്ങൾ വഴിയാധാരമായി മാറി. എവിടെ അഡ്രസ്? അതിലെന്താണ് പറഞ്ഞേ? കുറെ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ കള്ളക്കേസ്, ജനാധിപത്യത്തെ പണാധിപത്യം മാറ്റുന്നത്, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നത്, ഇതെല്ലാം ഈ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങളിലൊന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഗീർവാണം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയ മേഖലകളിലെല്ലാം ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച വിജയം കിട്ടിയതെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഐക്യത്തോടെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായിരിക്കും. കർഷകരെയും തൊഴിലാളികളെയും അതുപോലെ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന പരമ്പരാഗത വ്യവസായ മേഖലയിലുള്ളവരെയെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പോരാട്ടമായിരിക്കും. ഇത്തരത്തിൽ എത്ര നുണപ്രചരണം വന്നാലും ഞങ്ങൾ അതിനെ അതിജീവിക്കും. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ അടക്കം കള്ളക്കേസ് കുടുക്കി അവരുടെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുന്നു. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ ഭരണപക്ഷ അനുകൂല രാഷ്ട്രീയം കളിക്കുന്നു. അതുപോലെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നു. ഇത്തരം നയങ്ങൾക്കെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും ഏറ്റവും ശക്തമായിട്ടുള്ള തിരുത്തൽ ശക്തിയായി ഞങ്ങൾ മുന്നേറും. അതിൽ യാതൊരു സംശയമില്ല. ശ്രീ രാജു പി നായർ, താങ്ക് യു. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ശങ്കുട്ടിദാസ് ചർച്ചയിലൊപ്പം ചേർന്നതിന്. ആവേശകരമായിരുന്നു ലോക്സഭയിലെ 2 ദിവസം. പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയം അങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഗംഭീരമാക്കി മാറ്റി. വരും ദിവസങ്ങളിലും പാർലമെന്റ് ഇതേപോലെ ശക്തവും ചടുലവും സജീവവും ആവട്ടെ. ജനാധിപത്യത്തിലെ ശബ്ദങ്ങൾ പാർലമെന്റിൽ, ലോക്സഭയിൽ മുഴങ്ങിക്കേൾക്കട്ടെ.